മാരുതി സുസുക്കിയുടെ പുതിയ ന്യൂ ഡാസ്ലിംഗ് ഡിസയർ. ഇത് നമ്മളെ പണ്ടത്തെ സ്വിഫ്റ്റ് ഡിസയർ ആയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. നോർമലി നമ്മൾ ഈ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പണ്ട് തൊട്ടേ കേട്ട് പരിചയമില്ലാണ്. പക്ഷേ ഇപ്പോൾ സ്വിഫ്റ്റ് എന്നുള്ള വേർഡ് അവർ ഒഴിവാക്കി ന്യൂ ഡാസ്ലിംഗ് ഡിസയർ എന്നുള്ള നെയിമിലാണ് അത് വന്നിട്ടുള്ളതും. വണ്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വിഫ്റ്റുമായിട്ട് ഒരു ടച്ചും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ന്യൂ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാരുതിയുടെ ഭാഗത്തുനിന്നും ആദ്യമായിട്ടാണ് 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി ഒരു കാർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഡിസയർ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. നമ്മുടെ ഈ ഡിസയറിൻ്റെ കമ്പാരിസൺ വരുന്നത് ഹോണ്ട എമേസും ഹൂണ്ടായി ഔറയാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് അതിനേക്കാളും അധികമുണ്ട്. മാരുതിയുടെ ഫസ്റ്റ് ടൈമാണ് ഡിക്കി ഓപ്പൺ സ്വിച്ച് നമ്മുടെ കീയിൽ തന്നെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ഡിക്കി സ്പേസ് വരുന്നത് 381 ലിറ്ററാണ്. അതായത് സ്വിഫ്റ്റ് നോർമൽ സ്വിഫ്റ്റിന് 265. അപ്പോൾ അത്ര മാത്രം വലുതായിരിക്കും സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 360 ഡിഗ്രി ക്യാമറ, ഇതാ മിററിൻ്റെ അടിയിലൊക്കെ ക്യാമറ ഉണ്ട്. മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലെ ക്യാമറ HD വരുന്നത് ഫസ്റ്റ് ടൈം ഇൻ മാരുതി. നോർമൽ ക്യാമറ സെഡാനിൽ ഫസ്റ്റ് ടൈമാണ് മാരുതി കൊണ്ടിരുന്നത്. 360 ഡിഗ്രി ക്യാമറ എന്തെന്ന് അറിയുക, നമ്മുടെ വണ്ടിയിലെ 360 ഡിഗ്രി ആംഗിളിലും എന്തൊക്കെ ഉണ്ടെന്ന് കാണുന്ന രീതിയിലുള്ള ക്യാമറയാണ്. അത് അറിയാത്തവർക്ക് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എത്ര ഉപകാരപ്രദമാണ് ആ സാധനം. നിങ്ങൾ നോക്കിയതാ, നമുക്ക് സൈഡിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ നമുക്ക് ഫ്രണ്ട് മാത്രമേ അല്ലെങ്കിൽ ബാക്ക് മാത്രമേ കാണുള്ളൂ എന്നൊരു പ്രശ്നം ഉണ്ടാവില്ലേ. അത് അങ്ങനെ തന്നെ ചേഞ്ച് ചെയ്തു. ഇതെല്ലാം പ്രീമിയം സെഗ്മെൻറ്റിൽ വന്നുകൊണ്ടായ കാര്യങ്ങളാണ്. പിന്നെ പെട്രോളിൻ്റെ ഗേജ്, അതായത് ഡീസൽ എത്രയാണെന്ന് കാണിക്കുന്നൊരു ഗേജ് ഇല്ലേ, അത് ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അനലോഗ് മീറ്റർ. ഇപ്പോൾ വരുന്ന മാരുതിയുടെ അധികം വണ്ടിക്കും കുറ്റി, അതായത് 1, 2, 10 കുറ്റിയാണ് ഉണ്ടാവല്. അത് മാറിയിട്ട് ഇത് അനലോഗ്. അത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എത്രത്തോളം എണ്ണ കുറയുന്നുണ്ടോ. മറ്റേത് പെട്ടെന്നായിരിക്കും ഒരു കുറ്റി മിന്നിപ്പോലെ. അങ്ങനത്തെ ഒരു പ്രശ്നം അനലോഗ് മീറ്ററിന്. അത് തിരിച്ച് ബലേനോക്ക് മുമ്പ് അനലോഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ആദ്യം അനലോഗ് ഈ കുറ്റി വന്നിട്ടുണ്ട്. ഈ ഡിസയറിന് അനലോഗ് വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. കൂടാതെ നമുക്കിതാ സൺറൂഫ് ടിൽറ്റും ഉണ്ട്, ഓപ്പണും ഉണ്ട്. സൺറൂഫൊക്കെ നമ്മളെ സ്വിഫ്റ്റ് ഡിസയറിന് വരുന്ന പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ്. മാരുതി വളരെ വളരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ കൊണ്ടുവന്നില്ല എന്നുള്ളൊരു തെളിവാണ് ഈ 360 ഡിഗ്രി ക്യാമറയൊക്കെ. ഇതൊക്കെ പ്രീമിയം സെഗ്മെൻറ്റ് മാരുതി എന്നുള്ള കാരണമൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഈ ഇതുപോലത്തെ ക്യാമറയും ഇതുപോലത്തെ സൺറൂഫൊക്കെ. ഇതൊക്കെ പ്രീമിയം സെഗ്മെൻറ്റിലെ കാറുകളിൽ ഉണ്ടായ സാധനങ്ങളെല്ലാം ഇപ്പോൾ സാധാരണ ഒരു 10-12 ലക്ഷത്തിന് അല്ലെങ്കിൽ 6 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊന്നും സൺറൂഫ് ഉണ്ടാവില്ല. ഫുൾ ഓപ്ഷനിലാണ് സൺറൂഫ് ഇല്ല. അതായത് ഒരു 12 ലക്ഷം രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് സൺറൂഫും 360 ഡിഗ്രി ക്യാമറ കമ്പനി തന്നെ തരുന്ന ഒരു കാറ് നമുക്ക് മാരുതി തരുമെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അതൊരു വലിയൊരു അത്ഭുതമാണ്, വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് മാരുതി ഇത്രയും നാൾ പിടിച്ചിരിക്കാനും കാരണം. നമുക്കിത് ഫുൾ ഓപ്പൺ ആക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിനൊരു ടിൽറ്റ് ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ മാത്രം കിടക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. സീറ്റൊക്കെ പ്യുവർ വൈറ്റിലാണ് വരുന്നത്. അതുപോലെ ഡോർ പാഡിൽ ബ്ലാക്കും വൈറ്റും ഡുവൽ ടോൺ ആയിട്ട് വരുന്നുണ്ട്. ഒരു ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം. പോപ്പപ്പ് ചെയ്തിരിക്കുന്ന നല്ല മ്യൂസിക് സിസ്റ്റം ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റർ കൺസോൾ വരുന്നുണ്ടെങ്കിൽ ഏതാ റെഡും വൈറ്റും ആയിട്ടുള്ള നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ആ ഇൻസൈഡ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാരുതിയുടെ സ്റ്റിയറിങ് നോർമൽ തന്നെയാണ്, മുമ്പേ തന്നെയാണ്. വലിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് പോയി തരാം. സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്ത് പറഞ്ഞാൽ സ്വിഫ്റ്റിനെക്കാളും ബലേനോക്കാളും ക്രെറ്റയെല്ലാം നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രെറ്റയൊക്കെ സ്മൂത്ത് സ്റ്റിയറിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓവർ വെയിറ്റ് ആയിട്ടൊന്നും തോന്നില്ല. സാധാരണ സ്വിഫ്റ്റ് ഡിസയറിലേക്ക് വരുന്ന സമയത്ത് സ്വിഫ്റ്റിനെക്കാട്ട് കുറച്ചും കൂടി ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് എടുത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവർ വെയിറ്റ് ഒന്നും തോന്നില്ല. ഒരു സ്വിഫ്റ്റിൽ ഓട്ടുന്ന ആ ഒരു വെയിറ്റ്ലെസ് പോകുന്ന കണക്ക് തന്നെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ 25-ന് മുകളിലാണ് ഇതിൻ്റെ മൈലേജ് പറയുന്നുള്ളത്. മാരുതി 25 പറയുന്നുണ്ടെങ്കിൽ ഒരു 20-22 നിങ്ങൾക്ക് ഷുവർ ആകും. നല്ല സ്മൂത്ത് ഡ്രൈവിങ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാരുതിയുടെ വണ്ടി നിങ്ങൾക്ക് എപ്പോഴും ട്രസ്റ്റബിൾ ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഏകദേശം ഒരു 10-12 കൊല്ലമായി കാർ ഫീൽഡിൽ കാർ സെയിലും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുന്നുണ്ട്. എൻ്റെ മാരുതിയുടെ എല്ലാ ടൈപ്പ് വാഹനവും ഓടിച്ച ആളാണ് ഞാൻ. അത് ജസ്റ്റ് ട്രസ്റ്റ് ഡ്രൈവ് ചെയ്തതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ച ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത് വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വണ്ടിയാണ് മാരുതി. വളരെ നമ്മൾ ഇന്ത്യയിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വണ്ടിയാണ്. വളരെ റീസെയിൽ വാല്യൂലൊരു വണ്ടി തന്നെയാണ് നമ്മളെ മാരുതിയുടെ എല്ലാ വണ്ടിയും. അതിൽ ബ്രസ്സ ഒഴിച്ചിട്ട്, ഞാൻ നെഗറ്റീവ് പറയുന്നില്ല, ബ്രസ്സ എർട്ടിക ഇത് രണ്ടും അത്യാവശ്യം ഒരു 15-ന് താഴെ നമുക്ക് മൈലേജ് കിട്ടുന്നുള്ളൂ. കമ്പനിയും അത്രേ പറയുന്നുള്ളൂ തോന്നുന്നു.
ബാക്കി എല്ലാ വാഹനവും നമുക്കൊരു 15-ന് മുകളിൽ ഏകദേശം 20-22, ഇതിലൊക്കെ 22 നമുക്ക് കണ്ണും പൂട്ടി പ്രതീക്ഷിക്കാം. 25 ന്യൂ ഡിസൈറിൽ 25 കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 22-ന് മുകളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് പോകുമ്പോൾ ആവറേജ് ഡ്രൈവിംഗ് ചെയ്യുന്നവർക്ക് 22-ന് മുകളിൽ കിട്ടും. നല്ല റഫ് ചെയ്യുന്നവർക്ക് എന്തായാലും 15-ന് മുകളിൽ എങ്ങനെ ചവിട്ടി കുത്തി കൊണ്ടുപോയാലും 15 മുകളിൽ മാരുതിയുടെ ഇങ്ങനത്തെ വാഹനങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. മാരുതിക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, ഇപ്പോഴും അത് പരിഹരിക്കാത്തൊരു സംഭവമാണ് വെയിറ്റ്. അത് പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അവർ വെയിറ്റ് കൊടുക്കുമായിരിക്കും. എല്ലാ സമയത്ത് വണ്ടി ഒരു പപ്പട വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് വെയിറ്റ്ലെസ് തന്നെയാണ് വണ്ടിയും. വണ്ടിയുടെ ഒരു പാർട്സ് ഒക്കെ വളരെ വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര മൈലേജ് കൊടുക്കാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും വലിയൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇവർ 5 സ്റ്റാർ സേഫ്റ്റി കൊണ്ടുവന്നില്ലേ. ഇതിപ്പോൾ വണ്ടി പൊളിഞ്ഞാലും എന്തായാലും നമുക്ക് ഇൻഷുറൻസ് കിട്ടും. നമ്മുടെ ജീവൻ അപകടം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതും കൂടി പരിഹരിച്ച് 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി മാരുതി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട. എന്തുകൊണ്ടും നിങ്ങൾക്ക് മാരുതി ചൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ കണ്ണും പൂട്ടി പറയും. 360 എന്ത് ക്ലാസ് ചെയ്യാൻ നോക്കണ്ട. 360 കാര്യമായത് നമ്മൾ ഹുണ്ടായിരെ വണ്ടിയെല്ലാം ഓടിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്. സ്റ്റിയറിങ് ക്രെട്ട, ഈ ക്രെട്ടയും i20 എടുക്കുന്ന ആ ഒരു സ്മൂത്ത് നമുക്കിങ്ങനെ ഒരു വിരലോടെ തന്നെ ഇങ്ങനെ കളിക്കാം.